ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴവും ഉള്ളിയും പച്ചമുളകും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്, വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പച്ചമുളകാണ് കേട്ടോ. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല, ചെറിയൊരു എരിവ് കിട്ടിയാൽ മാത്രം മതി. ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു പകുതി സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്താണ് എല്ലാ ചേരുവകളും ഇതേപോലെ കറക്റ്റിന് എടുക്കുക. നേന്ത്രപ്പഴം കൂട്ടിയെടുക്കുമ്പോൾ എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കാനും ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്, അതുപോലെ സ്നാക്ക് ആയിട്ടും കഴിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 പിഞ്ച് ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു അരക്കപ്പ് പാല് ചേർക്കാം. ഇത് നമുക്ക് തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആയ പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് അടിച്ചെടുത്ത് കഴിഞ്ഞാലുള്ളൊരു കൺസിസ്റ്റൻസി ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാം. ഒരു പിഞ്ച് മാത്രം ചേർത്താൽ മതി. സോഡയാണെങ്കിൽ, ബേക്കിംഗ് സോഡയാണെങ്കിൽ ഒരു പിഞ്ച് ചേർക്കാം കേട്ടോ. ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ ഞാൻ 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് 250 ml കപ്പിൽ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ യൂസ് ചെയ്യാത്തവർക്ക് ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. മൈദ കഴിക്കാത്തവർക്ക് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള മൈദ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. രാവിലെ പെട്ടെന്നൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണമെങ്കിൽ നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇതാണ് ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അല്പം ഓയിൽ, 1 ടീസ്പൂണോളം വരില്ല ഓയിൽ, അതിൽ ഒരല്പം താഴ്ത്താണ് വരുന്നത്. അത് നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കോരി ഒഴിക്കേണ്ട, ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ തവി വീതം കോരി ഒഴിച്ച് കൊടുക്കാം. ഞാൻ ചെറുതാക്കിയാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് വലുതാക്കി വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ കേക്ക് പോലെയാണ് നമ്മളിതിവിടെ റെഡിയാക്കി എടുക്കുന്നത്. നല്ല ഫ്ലഫി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. ചെറിയൊരു മധുരവും അതുപോലെ തന്നെ ചെറിയൊരു എരിവും ഒക്കെ കൂടിയിട്ട് നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ചട്ടിക്ക് ഒരുപാട് ചൂട് കൂടി പോകരുത്. ലോ ഫ്ലെയിമിലും വെക്കരുത്, ഹൈ ഫ്ലെയിമിലും വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ചട്ടിക്ക് ചൂട് കൂടുതലാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. ആദ്യം മാവ് ഒഴിക്കുമ്പോൾ ഒന്ന് അടച്ചു വെക്കുക. തിരിച്ചിടുമ്പോൾ പിന്നെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. ഏകദേശം ഒരു 1.5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഭാഗം റെഡിയാകും. അടുത്ത ഒരു ഭാഗവും 1.5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ തീ കൂട്ടി വെക്കാൻ നോക്കരുത്. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഞാൻ ഒരു നേന്ത്രപ്പഴവും പകുതി സവാള, ഒരു പച്ചമുളക്, 1/2 കപ്പ് മൈദയൊക്കെ എടുക്കുന്ന സമയത്ത്, ഒരു കോഴിമുട്ട ഇത്രയൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് 6 എണ്ണമാണ് കിട്ടിയത്. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ പഴം കൂട്ടിയെടുക്കണം. അപ്പോൾ ബാക്കി എല്ലാ ചേരുവകളും കൂട്ടിയെടുക്കണം കേട്ടോ. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതേപോലെ പഴവും ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കുക. ആരെങ്കിലും ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടമാകും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതേ മുഴുവനും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നല്ല ചൂടാണ്. ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പെട്ടെന്ന് തന്നെ ഇത് മുറിച്ചൊക്കെ കാണിക്കുന്നത് കേട്ടോ. നല്ല ചൂടാണ്, തൊടാൻ പറ്റുന്നില്ല, അത്രക്കും നല്ല ചൂടാണ്. കണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്ലഫിയാണ്, നല്ല സോഫ്റ്റാണ്.
നല്ല ഉള്ളിലൊക്കെ നല്ല ആരെടുത്തിട്ടുള്ള ഒരു അടിപൊളി ഒരു അപ്പമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി സ്വീകരിക്കണം, എന്നെങ്കിൽ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.